ഇറാനെതിരായ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട ഇസ്രയേലും അമേരിക്കയും തമ്മിലെ ഭിന്നത രൂക്ഷം. അമേരിക്കയിലേക്കുള്ള പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ യാത്ര നെതന്യാഹു വിലക്കി. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചെങ്കിലും തുടർ പ്രത്യാഘാതങ്ങൾ നേരിടാൻ അമേരിക്കൻ സഹായം മതിയെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതിനിടെ ലബനാന് നേരെ വ്യാപക ആക്രമണ മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു. ഗസയുടെ അതേ അനുഭവം ലബനാനും ഉണ്ടാകുമെന്ന നെതന്യാഹു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ പിൻഗാമി ഹാഷിം സഫീദിനെ വധിച്ചതായും നെതന്യാഹു അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണം എന്താണ്? രശ്മ, നമുക്കറിയാൻ സാധിച്ചതുപോലെ തന്നെ നേരത്തെ ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ നേതൃത്വം കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് ചേർന്ന സുരക്ഷാ സമിതി യോഗവും അതുമായി ബന്ധപ്പെട്ട പ്രത്യാക്രമണം എത്രയും പെട്ടെന്ന് തന്നെ നടത്താനുള്ളൊരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനും പിന്നാലെയാണ് ഇന്ന് രാത്രി പുറപ്പെടേണ്ടിയിരുന്ന പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനോട് അമേരിക്കൻ സന്ദർശനം മാറ്റിവെക്കാൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര മാറ്റിവെച്ചത് ായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. നാളെ വൈകിട്ടായിരുന്നു അമേരിക്കയിലെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായിട്ട് യോവ് ഗാലന്റിൻ്റെ കൂടിക്കാഴ്ച. അത് ഏറ്റവും നിർണായകമായിരുന്നു. കാരണം ഇറാനെതിരെ ഒരു ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രതിരോധമുണ്ടാവും. അത്തരമൊരു പ്രത്യാക്രമണം വരുമ്പോൾ ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. അങ്ങനെ വരുമ്പോൾ ഏതർത്ഥത്തിലുള്ള സഹകരണമായിരിക്കണം തങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ലഭിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു നിർദ്ദേശങ്ങളും റിപ്പോർട്ടും തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അമേരിക്ക പ്രധാനമായിട്ടും പ്രസിഡന്റ് ബൈഡൻ ഉൾപ്പെടെയുള്ളവർ, നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു നിലയ്ക്കും ആക്രമിക്കരുത്. അതോടൊപ്പം തന്നെ ഈ പ്രത്യാക്രമണം നടത്താനുള്ള ഇസ്രായേലിൻ്റെ അവകാശം തങ്ങൾ ശരിവെക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഈ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആ പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് നീങ്ങരുത്. അങ്ങനെ നീങ്ങുകയാണെങ്കിൽ ആണവ കേന്ദ്രവും സിവിലിയൻ കേന്ദ്രങ്ങളും ഇത് രണ്ടിലേക്കും വരികയാണെങ്കിൽ അത് വ്യാപകമായിട്ടുള്ള ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്തരമൊരു സാഹചര്യം രൂപപ്പെടുത്തരുതെന്ന് ബൈഡൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അദ്ദേഹത്തിന് തൃപ്തികരമായിട്ടില്ല. അതുകൊണ്ടാണ് യോവ് ഗാലന്റിനോട് ബൈഡനുമായിട്ട് താൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നുണ്ട്, അതിനുശേഷം മാത്രം അമേരിക്കയിലേക്കുള്ള യാത്ര മതി എന്ന ഒരു നിർദ്ദേശം നെതന്യാഹു നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ലബനാനെതിരെ കൂടുതൽ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണ നീക്കവുമായിട്ട് നെതന്യാഹു ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ലബനാൻ ജനതയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തങ്ങളുടെ തീരുമാനങ്ങൾ, തങ്ങളുടെ നടപടികളുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായി തന്നെ അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തങ്ങൾ മുന്നോട്ട് പോകും. ഗസയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചോ അതുതന്നെയാണ് ഇനി ലബനാനെയും കാത്തിരിക്കുന്നത് എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണം കൂടിയാണ് ഈ വീഡിയോയിലൂടെ നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നാവിക സേനയെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ലബനാനെതിരെയുള്ള വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കാണ് നെതന്യാഹു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ പ്രതികരണങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നെതന്യാഹു നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായിട്ട് വന്ന നേതാവിനെ കൂടി തങ്ങൾ വധിച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഔദ്യോഗികമായി തന്നെ നെതന്യാഹു നടത്തുന്നത്. ആദ്യമായിട്ടാണ് അത്തരമൊരു പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സൊഫിയുദ്ദീനുമായിട്ട് ബന്ധപ്പെടാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ഹിസ്ബുള്ള നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ വധിച്ചു എന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് മേഖലയിലെ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ്. കാരണം ഇറാനെതിരെ ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യാപ്തിയുള്ള ഒരു യുദ്ധത്തിലേക്ക്, മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്തരമൊരു സാഹചര്യം മേഖലയിലെ അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് സൗദി പ്രതിരോധ മന്ത്രി അല്പം മുമ്പ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. MC നാസറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, ഇറാനെതിരായ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട ഇസ്രയേലും അമേരിക്കയും തമ്മിൽ കടുത്ത ഭിന്നത എന്നുള്ളതാണ്. അമേരിക്കയിലേക്കുള്ള പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ യാത്ര നെതന്യാഹു വിലക്കി എന്നുള്ള വിവരം വരുന്നു. ഇറാനെ ആക്രമിക്കാൻ
ഇസ്രയേൽ സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചെങ്കിലും തുടർ പ്രത്യാഘാതങ്ങൾ നേരിടാൻ അമേരിക്കൻ സഹായം മതിയെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്.